നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബശ്രീക്ക് കീഴിൽ വിവിധ തസ്തികകളിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 66ഓളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ടീം ലീഡർ, കമ്മ്യൂണിറ്റി എഞ്ചിനീയർ, കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനം. മലപ്പുറം ജില്ലയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇത്തരം ജോബ് വേക്കൻസീസ് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജലജീവൻ പദ്ധതി നിർവഹണം നടത്തുന്നതിനായി കുടുംബശ്രീ വിവിധ തസ്തികകളിലേക്ക് വീണ്ടും അപേക്ഷ ക്ഷണിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ നോട്ടിഫിക്കേഷൻ്റെ അവസാന ദിവസം ജൂലൈ മാസം 5-ാം തീയതിയായിരുന്നു. മേൽ തീയതിയിൽ മതിയായ യോഗ്യതയുള്ള അപേക്ഷകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും അപേക്ഷ ക്ഷണിക്കുന്നത്. ജൂലൈ 5-ന് മുൻപ് ഏതെങ്കിലും വഴിയിൽ അപേക്ഷിച്ചിട്ടുള്ളവർ, മെയിലായോ തപാൽ വഴിയോ അപേക്ഷ അയച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജലജീവൻ പദ്ധതിയുടെ നിർവഹണ സഹായ ഏജൻസിയായി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ കുടുംബശ്രീയെ നിയമിച്ചതിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലുള്ളവർക്ക് ശുദ്ധജലം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് സമിതികൾ, ഗുണഭോക്താക്കൾ എന്നിവരെ സജ്ജമാക്കുന്നതിനും നിർവഹണ ഏജൻസികൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനും വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ അപേക്ഷ ക്ഷണിച്ചു. ടീം ലീഡറുടെ തസ്തികയാണ് ആദ്യത്തേത്. യോഗ്യത ചോദിക്കുന്നത് MSW അല്ലെങ്കിൽ MA സോഷ്യോളജി, കൂടാതെ പ്രവൃത്തി പരിചയം, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം അല്ലെങ്കിൽ സാമൂഹ്യ കുടിവെള്ള പദ്ധതി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം. 2 വീലർ, കമ്പ്യൂട്ടർ പരിജ്ഞാനവും അഭികാമ്യം. ഒഴിവുകളുടെ എണ്ണം 22 ഒഴിവുകളാണുള്ളത്. പ്രവർത്തന പരിധി ഒരു പഞ്ചായത്ത്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി എഞ്ചിനീയറുടെയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ, ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി, സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി. പ്രവൃത്തി പരിചയം ചോദിക്കുന്ന റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം, സാമൂഹ്യ കുടിവെള്ള പദ്ധതി എന്നിവയിൽ ഏതെങ്കിലും 1-2 വർഷത്തെ കുറയാത്ത പ്രവൃത്തി പരിചയം. 2 വീലർ, കമ്പ്യൂട്ടർ പരിജ്ഞാനവും അഭികാമ്യം. ഒഴിവുകളുടെ എണ്ണം 22. പ്രവർത്തന പരിധി ഒരു പഞ്ചായത്ത്. കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്ററുടെയാണ്. വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ്, കൂടാതെ പ്രവൃത്തി പരിചയം. ഡിഗ്രി, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം, സാമൂഹ്യ കുടിവെള്ള പദ്ധതി എന്നിവയിൽ ഏതെങ്കിലും 1-2 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം. 2 വീലർ അറിയുന്നവർ ആയിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും അഭികാമ്യമാണ്. ഒഴിവുകളുടെ എണ്ണം 22. പ്രവർത്തന പരിധി ഒരു പഞ്ചായത്ത്. നമുക്കിനി മലപ്പുറം ജില്ലയിലെ ഈ പഞ്ചായത്തുകളിലൊക്കെയാണ് ഒഴിവുകളുള്ളത്. കരാർ കാലാവധി 18 മാസമായിരിക്കും. നെക്സ്റ്റ് ഇവരുടെ റെമ്യൂണറേഷൻ നോക്കാം. ടീം ലീഡർക്ക് കൊടുക്കുന്നത് 10,000 രൂപ പ്രതിമാസ വേതനവും പുറമെ ടാർജറ്റ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇൻസെൻറ്റീവായി 6,000 രൂപയും. കമ്മ്യൂണിറ്റി എഞ്ചിനീയർ അതാണെങ്കിൽ 12,000 രൂപയും പ്രതിമാസ വേതനം, കൂടാതെ ടാർജറ്റ് പൂർത്തിയാക്കുന്നവർക്ക് 8,000 രൂപ ഇൻസെൻറ്റീവായും അനുവദിക്കുന്നതാണ്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്ററാണ്. 8,000 രൂപ പ്രതിമാസ വേതനവും ടാർജറ്റ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് 4,500 രൂപ ഇൻസെൻറ്റീവായും അനുവദിക്കുന്നതാണ്. വനിതകൾക്കും അതാത് പഞ്ചായത്തുകളിൽ നിന്നുള്ള വ്യക്തികൾക്കും മുൻഗണന കൊടുക്കും. കുടുംബശ്രീ കുടുംബാംഗമായിരിക്കണം. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. വിശദ വിവരങ്ങൾ പ്രവൃത്തി ദിനങ്ങളിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും അതാത് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ യോഗ്യതകൾ ഉള്ള മതിയായ അപേക്ഷകർ ഇല്ലാത്ത പക്ഷം ലഭിച്ച അപേക്ഷകളിൽ നിന്ന് കൂടുതൽ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി 2021 സെപ്റ്റംബർ 30.
അപേക്ഷകൾ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കേണ്ടതാണ്. മെയിലായി ചെയ്യുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. സെപ്റ്റംബർ 30-ന് 5 മണിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും സ്വീകരിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.